ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൻ ആൻഡ് വ്ളോഗ്. ഞാൻ ഇന്ന് ഇവിടെ ഒരു ഔട്ടിംഗ് വ്ളോഗായിട്ട് വന്നിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അതിനോട് കൂടെ തന്നെ നമ്മുടെ അമലുകുട്ടൻ നാട്ടിൽ വന്നപ്പോൾ ബൈക്ക് ഓടിക്കാനും അതുപോലെ തന്നെ സ്കൂട്ടി ഓടിക്കാനൊക്കെ ചെറുതായിട്ടൊന്ന് പഠിച്ച്. പക്ഷേ ഞങ്ങൾ റോട്ടിലൊന്നും കൊടുക്കില്ല, കാരണം 18 വയസ്സായിട്ടില്ല. അത് കാരണം കൊണ്ട് അപ്പോൾ അവൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്കൂട്ടി ഓടിക്കുന്ന ഒരു വീഡിയോയും കൂടെ ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവന് ജസ്റ്റ് വെറുതെ ഒന്ന് ഞാൻ എടുത്തതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ എന്താ പറയുക, എൻ്റെ ഫാമിലിയുള്ളവരും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനത് ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ അമൽക്കുട്ടനാണ് ഈ വരുന്നത് സ്കൂട്ടി ഓടിച്ചിട്ട്. അപ്പോൾ ഇനി ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഇനി നമ്മുടെ ഔട്ടിംഗ് വീഡിയോയിലോട്ട് നമുക്ക് പോകാം. ഞങ്ങൾ ഇന്ന് പോകുന്നത് ചാവക്കാടിനടുത്ത് നാലുമണിക്കാറ്റ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞ്. ഞങ്ങൾ ഇതിന് മുന്നേ ഒരു ദിവസം പോയിരുന്നു. പക്ഷേ അതിൽ നമുക്ക് കൂടുതലായിട്ട് വേറെ ഒരു സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് പെട്ടെന്ന് പോരേണ്ടി വന്നു. അപ്പോൾ അത് കാരണം അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അന്ന് അതിലോട്ടൊന്നും ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഏതായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അതിനൊക്കെ ആയിട്ടാണ് പോകുന്നത്. എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡും ഫാമിലിയും, അതുപോലെ തന്നെ ഞാനും എൻ്റെ 2 മക്കളും, പിന്നെ എൻ്റെ ബ്രദറും വൈഫും ബ്രദറിൻ്റെ മോനും എൻ്റെ ഉപ്പയും ഉമ്മയും കൂടി. അത് എൻ്റെ വീട്ടിൽ, എൻ്റെ സ്വന്തം വീട്ടിലുള്ളവരെല്ലാവരും കൂടിയാണ് ഞങ്ങളിന്ന് യാത്ര തിരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് അനിയൻ്റെ ജീപ്പാണ് കേട്ടോ, അതായത് അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ജീപ്പാണ്. മറ്റത് ഞങ്ങളെ വീട്ടിലത്തെ കാറ്. അങ്ങനെ 2 വണ്ടിയും കൂടിയാണ് ഞങ്ങളെല്ലാവരും, കുറേ പേരുണ്ടല്ലോ, അപ്പോൾ പോവാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിതാ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറയണത് ചാവക്കാട് ബീച്ച് വഴി ബ്ലാങ്ങാട് വഴി മാട്ടുമ്മൽ കറുകനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അവിടെ ഈ ചാവക്കാട് ഏരിയയിലുള്ളവരൊക്കെ അത് അറിയാതിരിക്കാം. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇനി ആർക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ പോകാനും കൂടിയാണ് ഞാനത് പറയുന്നത്. പക്ഷെ കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. കുട്ടികൾക്കെന്ന് മാത്രമല്ല, നമ്മൾക്കും പോവാം കേട്ടോ. ഓൾറെഡി ഇതെൻ്റെ അനിയനാണ്, ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അടുത്തിരിക്കുന്നത് എൻ്റെ ഉപ്പയാണ്, അതുപോലെ തന്നെ അനിയത്തിയുടെ മകളുമാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മറ്റം വാഗ എന്നുള്ള സ്ഥലത്താണ്. ഞങ്ങൾ പാവർട്ടി വഴിയാണ് ചാവക്കാട്ടേക്ക് പോകുന്നത്. ചാവക്കാട് നമ്മൾ ബീച്ച് റോഡ് ബ്ലാങ്ങാട് ആ വഴിയാണ് നമ്മൾ ഈ പോകുന്ന ഈ നാലുമണിക്കാറ്റ് എന്നുള്ള ആ സ്ഥലമുള്ളത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയും കൂടെ നമുക്ക് കാണാം. പിന്നെ ഞങ്ങളെ നാട് എന്ന് പറയുന്നത് ശരിക്കും പ്രകൃതി രമണീയമായ ഒരു നാട് തന്നെയാണ് കേട്ടോ. അതായത് എന്താ പറയുക, ഗ്രാമപ്രദേശം എന്നൊക്കെ പറയില്ലേ, ശരിക്കും നല്ലൊരു ഗ്രാമപ്രദേശമാണ്. കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമപ്രദേശം തന്നെയാണ്. അപ്പോൾ ഞങ്ങളവിടെ നെൽകൃഷിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെയാണ് നിങ്ങൾ ഈ സൈഡിൽ കൂടെ കാണുന്നത്. കാരണം ഞാനിതിപ്പോൾ കാണിക്കുമ്പോൾ നാട്ടിലുള്ളവർ വിചാരിക്കും എന്താ അപ്പോൾ ഇതിന് മാത്രം ഇത് കാണാനുള്ളതെന്ന്. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള പ്രവാസികളായവർക്ക് ഒരുപാട് പ്രവാസികൾ എൻ്റെ ഫാമിലി ഫ്രണ്ടിൽ ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഫാമിലി എന്ന് ഉദ്ദേശിച്ച് ഞാൻ യൂട്യൂബ് ഫാമിലിയാണ്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ ഈ പച്ചപ്പും ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എത്രമാത്രമാണെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. കാരണം ഞാനതും കുറേ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത് കൊണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ആണ് ഞാൻ ഇനിയിപ്പോൾ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്കും ഡിസ്ലൈക്ക് അടിക്കണവർക്കും അടിക്കാൻ കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കിത് കാണുമ്പോൾ ഒരു ആശ്വാസമാണല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇത് ചാവക്കാട് സെൻറ്ററാണ്. ചാവക്കാട് സെൻറ്റർ എന്ന് പറയുന്നത് ഒരുപാട്, ചാവക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവരാരും ഉണ്ടാവില്ല. ഏത് ഡിസ്ട്രിക്റ്റിലുള്ളവർക്കാണെങ്കിലും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ചാവക്കാട്. അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് എത്തി. 4 മണിക്കാരെ അവിടെ നമുക്ക് എന്താ പറയുക, വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം കാര്യങ്ങൾ. അപ്പോൾ അവിടെ ഒരു സെക്ഷനിൽ പാർക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് അവർ വിടുകയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി. ഇനി നമ്മൾ കാറിൽ നിന്ന് പുറത്തേക്ക് വന്ന് എല്ലാവരും ഞങ്ങളിതാ നാലുമണിക്കാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തുമ്പോൾ ഒരു 5 മണി 5:30 സമയമൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും അതുപോലെ തന്നെ അനിയത്തി ഞങ്ങളെല്ലാവരും ഇതാ അങ്ങോട്ട് കടന്നിട്ടുണ്ട്.
അവിടെ നമുക്ക് ബോട്ടിങ്ങിൽ കയറണമെങ്കിൽ നമുക്ക് കയറാം. ബോട്ട് മറ്റേ ഏത് തരം ബോട്ട് വേണമെങ്കിലും അവിടെ ഉണ്ട്. 50 രൂപയാണ്. ഇതുപോലെ വഞ്ചി ഉണ്ട്. ഇതിന് നമുക്ക് ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിൽ വേണമെങ്കിലും പോകാം. കാരണം മറ്റേ തരം ബോട്ടിൽ പേടിയുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെയും പോകാം. ഏത് തരത്തിലും വേണമെങ്കിൽ കയറാം. ഇത് കണ്ട ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത് എൻ്റെ കേരളം 4 മണിക്കാറ്റ് ബോട്ടിംഗ് സോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് നമുക്ക് ബോട്ടിങ്ങിൽ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് 50 രൂപ ഒരാൾക്ക് വെച്ചിട്ട് നമുക്ക് കൊടുക്കണം. അതായത് 5 വയസ്സിനും താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട, 5 വയസ്സിനും മേലുള്ളവർക്ക് 50 രൂപയാണ് അവിടുത്തെ ഫീസ് ബോട്ടിൽ കയറാനുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അതിൽ കയറാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിങ്ങിൽ കയറണം എന്നുള്ളതിലേക്ക് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം കുട്ടികൾക്ക് അതാണല്ലോ ഇൻട്രസ്റ്റ്. കുട്ടികളേക്കാൾ കൂടുതൽ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കുമാണ് കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇതുപോലെ പുറത്ത് പോകാനും എല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റെല്ലാം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഞങ്ങൾ കയറി. പക്ഷേ നമുക്ക് ബോട്ട് കിട്ടാൻ കുറച്ച് ലേറ്റായി. ഒത്തിരി പേരുണ്ടായിരുന്നു. ആർക്കും ഈ കൊറോണ പ്രശ്നങ്ങളൊന്നും ഒരു വിഷയമല്ല എന്നുള്ള മട്ടാണ് അവിടെ ഒരുപാട് പേരുണ്ടായി. പക്ഷെ എല്ലാവരും മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനവിടെ കണ്ടത്. അങ്ങനെ ഞങ്ങളിതാ ഇതിൻ്റെ ബ്രദറിൻ്റെ മോനാണ്. ഞങ്ങളിതാ ബോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കണ്ടാ എന്ത് ഭംഗിയരെ കാണാൻ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബോട്ടിൽ ഇരുന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ വന്ന് കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു സുഖം തന്നെ പറയാം. പ്രത്യേക ഒരു സുഖം തന്നെയാണ് കേട്ടോ. പിന്നെ ഇനി ഒരു സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഒരു സൈഡിൽ നമ്മൾ എന്താ പറയുക ആർട്ടിഫിഷ്യലായിട്ട് അവർ നമുക്ക് കാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഇരുട്ടായിപ്പോയി ആ ടൈം ആകുമ്പോഴത്തേനും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ഇനി ഞാൻ പകൽ സമയങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്കതെടുത്ത് കാണിക്കാം. അതായത് ശരിക്കും നമ്മളൊരു കാർഡ് അവർ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തേക്കുക. അത് നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചെറിയ മക്കളായിട്ട് പോലും ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം കാണുമ്പോൾ നമുക്ക് തന്നെ അതിശയമായിരുന്നു. നമ്മളും അതുപോലെ തന്നെ വന്നവർ തന്നെയാണ്. പക്ഷെ എന്നാലും കുഞ്ഞുമക്കളൊക്കെ ആയിട്ട് വരുമ്പോൾ ഒന്നും കൂടെ നമുക്കൊരു പേടിയല്ലേ. പക്ഷെ ഇവിടെ ആർക്കും ഒരു പേടിയും കാണുന്നില്ല. നിങ്ങൾക്ക് ഞാനിതിൻ്റെ ചുറ്റും നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ചുറ്റുമുള്ളൊരു ഭംഗി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നല്ലൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയറാണ് ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് തോന്നിയത്. നല്ലൊരു എന്താ പറയുക ടൈം പോകണമെന്ന് നമ്മൾ അറിയില്ല. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം അവർ നമുക്ക് ജാക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം അവർ സാനിറ്റൈസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് തരുന്നത് കേട്ടോ. അതായത് അവർ ഒരു മിഷ്യൻ പദ്ധതിയിൽ വെച്ചിട്ട് നമുക്കത് സാനിറ്റൈസ് ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ബോട്ട് കിട്ടാനാവുമ്പോഴാണ് അവർ നമുക്ക് ജാക്കറ്റ് തരുന്നുള്ളൂ. അങ്ങനെ എല്ലാവരും ഇതിൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് ആരാണ്. ഞങ്ങൾ 2 ബോട്ടാണ് ഞങ്ങൾ എടുത്തത്. കാരണം ഞങ്ങൾ 10 പേരുള്ള കാരണം ഒരു ബോട്ടിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ ബോട്ടിൽ എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ വൈഫും ഉമ്മി നമ്മുടെ സനാസ് കിച്ചൻ്റെ സനക്കുട്ടി എൻ്റെ അനിയത്തിയുടെ കുട്ടി കൂടിയാണ് പോണത്. അടുത്ത ബോട്ടിലാണ് ഞങ്ങൾ അടുത്ത ബോട്ടിൽ ഞങ്ങൾ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും കയറിയപ്പോൾ എല്ലാവരും കൂടി ആയപ്പോൾ അതൊരു ഇഷ്ടം തോന്നി, ഒരു ഇൻട്രസ്റ്റ്. പക്ഷേ ഈ ബോട്ടിൽ നമ്മൾ തന്നെ ചവിട്ടണം കേട്ടോ. അവരാരും ഈ ബോട്ടിൽ ഉണ്ടാവില്ല. നമ്മൾ തന്നെ കാല് വെച്ചിട്ട് ചവിട്ടിയിട്ട് ഇങ്ങനെ നീങ്ങി പോകണം. പലതരത്തിലുണ്ട് കേട്ടോ. ഇത് കാണുന്നത് വേറൊരു മോഡലാണ്. ഈ പലതരത്തിലുള്ള ബോട്ടുകളുണ്ട് അവിടെ. നല്ല പേടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ വഞ്ചിത പോണ് കണ്ടില്ലേ, ഇതേപോലെ വഞ്ചിയിൽ നമുക്ക് ഫാമിലി ആയിട്ട് നല്ല രസത്തിൽ നമുക്ക് പോവാം. അത് വേണമെങ്കിൽ അതും ചെയ്യാം. പക്ഷെ ആർക്കും അതിൽ പോകണ്ട, ഇങ്ങനെ പോയാൽ മതി എന്നുള്ള നിലക്കാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അടുത്തത് ഞങ്ങളെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു സെക്ഷൻ ആൾക്കാർ പോയി. അപ്പോൾ അടുത്ത സെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്തായാലും ഈ സ്ഥലം വന്ന് കാണാത്ത എൻ്റെ ഏതെങ്കിലും കൂട്ടുകാർ, അതായത് ഒരുപാട് അകലെന്നുള്ളവർക്കൊന്നും വരാൻ പറ്റിയില്ലെങ്കിലും ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു പോകുമ്പോൾ നല്ലതാണ് കേട്ടോ. കാരണം നല്ലൊരു സ്ഥലമാണ്. എനിക്ക് ഇങ്ങനെ നാട്ടിൽ വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഞാൻ പോയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒക്കെ മോനും ഇല്ല, പോകാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ടുണ്ട്. എന്നാൽ പോലും പോയ സ്ഥലങ്ങളിൽ വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായി തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇൻഷാ അല്ലാഹ് ഇക്കൊക്കെ വന്നതിന് ശേഷം ഞാൻ ഒന്നും കൂടെ പോകണമെന്നുണ്ട് ആഗ്രഹം. നേരത്തോടു കൂടിയൊക്കെ പോയിട്ട് ഞാൻ ആ കാർഡൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് കാണിച്ചു തരാം. ഇത് അടുത്ത ബോട്ട് ഞങ്ങൾക്കുള്ളത് എത്തി, ഞങ്ങൾ കയറുകയാണ്.
പിന്നെ അതിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡും ഞാനും അതുപോലെ തന്നെ എൻ്റെ ഉപ്പയും അനിയത്തിയുടെ 2 മക്കളും കൂടിയാണ് ഞങ്ങൾ ഈ ബോട്ടിൽ പോണത്. അങ്ങനെ ഞങ്ങൾ ഫോൺ ചെയ്ത് ചോദിക്കുന്നത്, മുന്നേ പോയ ഞങ്ങൾ ആൾക്കാരെ കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് എവിടെയാണെന്നുള്ളത്. അവർ കുറച്ച് ദൂരം പോയി. അപ്പോൾ ഞങ്ങളിത് അവരെ പിന്നിലിങ്ങനെ വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളിത് തനിയെ ഇത് ചവിട്ടണ കാരണം അത്ര വലിയ, നമുക്ക് പരിചയമില്ലാത്ത കാരണം അത്ര വലിയ ഈസി തോന്നിയില്ല. പക്ഷെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ നമുക്കത് ഒന്ന് കുഴപ്പമില്ലാന്ന് തോന്നി. ഫസ്റ്റ് തന്നെ വിചാരിച്ച് തിരിച്ച് പോരണാന്ന്. കാരണം എന്തായാലും വെള്ളത്തിലുള്ള ഇതാണല്ലോ, അതുകൊണ്ടൊരു പേടിയും കൂടിയുണ്ട്. നീന്താൻ അറിയണവർ ഇതിൽ പകുതി നീന്താൻ അറിയണവരും പകുതി നീന്താൻ അറിയാത്തവരായിരുന്നു. അതുകൊണ്ട് നല്ല പേടി തന്നെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് എന്താ പറയുക, വിചാരിച്ച പേടിയൊന്നും ഉണ്ടായില്ല. നല്ല കൂളായിട്ട് പോയി. ഇതുപോലെ ഒത്തിരി ഉണ്ട് സ്ഥലങ്ങൾ ഇങ്ങനെ നീങ്ങി ഇങ്ങനെ പോവാൻ. ഞങ്ങൾക്ക് ആദ്യം ഇതിങ്ങനെ ചവിട്ടി പോകാനുള്ളൊരു അറിവ് ഇല്ലാത്ത കാരണം കുറച്ച് സ്ലോ ആയി, പിന്നെ അങ്ങോട്ട് ശരിയായി. അങ്ങനെ എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെ ആയിരുന്നു. നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ എൻജോയ് ചെയ്ത്, മക്കളാണെങ്കിലും നമ്മൾ വലിയവരാണെങ്കിലും നല്ല പോലെ എൻജോയ് ചെയ്ത്. ഇനി ഇതിന് ശേഷം ഈ ബോട്ടിങ് അവസാനിക്കുന്നതോട് കൂടിയിട്ട് അവിടെ നല്ല അടിപൊളിയായിട്ട് വെടിക്കെട്ട് ഉണ്ടായിരുന്നു. 2 സെക്ഷനിലായിട്ട് വെടിക്കെട്ട് ഉണ്ടായിരുന്നു. അതും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത്. എന്താ പറയുക, ഇത് കണ്ടവർക്ക് ചിലപ്പോൾ അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല. പക്ഷേ കാണാത്തവർക്ക് ഇത് ചിലപ്പോൾ അതിശയമായിട്ട് തോന്നും, അല്ലെങ്കിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇനി അധികമൊന്നും ഞാൻ പറയണില്ല. ഇനി നിങ്ങൾ തുടർന്നും ഉള്ള വീഡിയോ, ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോയും കൂടെ നിങ്ങൾ കാണുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായോ വ്ളോഗുമായോ ഞാൻ വരാം. അസ്സലാമു അലൈക്കും.